ഇപ്പോഴിതാ ഈ തരത്തിൽ ഞങ്ങൾ ഇതിന്റെ മധ്യഭാഗത്ത് കിടക്കുകയാണ്. രക്ഷയില്ല അല്ലേ? ഒരു രക്ഷയില്ല. ആ വഴിയുടെ എൻഡ് വരെയുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളം ഒഴുകി പോകുന്ന ഈ ഓടകളെല്ലാം ബ്ലോക്കായി കിടക്കും. അതുകൊണ്ടാണ് ഈ വെള്ളം കയറണം. അതും അത്തരം പായലും പിടിച്ച് ഈ 2 വാക്കിനുണ്ടെങ്കിൽ വെള്ളം പോകുമ്പോ ഇത്ര പൊങ്ങൂല. അതാണ് ഇതിപ്പോ ഒരു വാക്കിനാണ് പൊങ്ങിയിരിക്കുന്നത്. ഈ വഴിയാണ് അശാസ്ത്രീയമായ നിർമ്മാണമല്ലേ? കാരണം വെള്ളത്തിന് നമുക്ക് പിടിച്ചിരുത്താൻ പറ്റില്ല. അങ്ങനെ പിടിച്ചിരുത്തിയോണ്ടാണ് ഇവിടെ ഒരുപാട് പ്രളയവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. നമസ്കാരം. ഇത് സ്ഥലത്തിന്റെ പേര് കറക്റ്റ് തോട്ടവാരമാണ്. ആറ്റിങ്ങൽ തോട്ടവാരമാണ്. ആറ്റിങ്ങൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ്. ഒരുപാട് പേരൊക്കെ ഞങ്ങളെ വിളിച്ചായിരുന്നു. കാരണം ഇവിടെ വെള്ളക്കെട്ട് കാരണം ഇവർക്ക് റോഡിലേക്ക് പോലും വരാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം സർവീസ് റോഡ് നിർമ്മിച്ചതോടുകൂടി വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥലമില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഇത്രയും പ്രശ്നങ്ങൾ കാരണം. ഒരുപാട് വീട്ടുകാരൊക്കെ അവർക്ക് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഈ വഴിയിലേക്ക് എത്താൻ പറ്റാത്ത അത് ഒരുപാട് വീടുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് ഇവിടെ കിടന്നു. കഷ്ടപ്പെടുന്ന വെച്ചാൽ പോവാൻ വഴിയില്ല. ഈ തരത്തിൽ ഞങ്ങൾ തോന എണ്ണ ഉണ്ട്. ഇന്നിപ്പോൾ ഞാനിവിടെ നിന്നത് ആശുപത്രി പോയിട്ട് വന്നതാണ്. വല്ലുണ്ണി ആശുപത്രി ഓർത്തോ ഡോക്ടറെ ഏന്തി വലിച്ച് തന്നെ നടക്കുന്നത്. വെള്ളം കയറുമ്പോഴത്തേക്ക് നല്ല പൊക്കത്തിൽ കയറുമല്ലേ? നല്ല പൊക്കത്തിൽ ഇതുവരെ കയറും. ഈ കെട്ടിന്റെ ഇങ്ങനെ വരെ കയറും. നല്ല വെള്ളം വരുമ്പോ അതുമല്ല ഇല്ല ഇങ്ങനെ പോസ്റ്റ് കഴിഞ്ഞ് അങ്ങോട്ട് വരും. അങ്ങോട്ട് കയറും. നിങ്ങൾക്ക് ഈ റോഡിലേക്ക് കയറാൻ വേറെ ഒരു നിവർത്തിയില്ല. പിന്നെ അതുവഴി ഒരു റോഡ് ഇങ്ങനെ കിടപ്പുണ്ട്. അതിലാണ് പോണത്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരുന്നവർ അത്രയും ഇത് കെട്ടിത്തരാന്ന് പറഞ്ഞാണ് അവർ വോട്ട് പിടിക്കുന്നത്. പക്ഷേ ഇത് ഒന്നും നടന്നിട്ടില്ല. അവരിപ്പോഴും പറഞ്ഞവരൊക്കെ വോട്ടായി. ഇപ്പോഴും പറഞ്ഞവർ കെട്ടിത്തരാന്ന്. ചെലമ്മയ്ക്ക് കെട്ടിത്തരും. ചെലമ്മ മാത്രമല്ല പൊതു വഴിയായിട്ട് കിടക്കുകയാണ് ഇങ്ങനെ. അവിടെ ഒരുപാട് കുടുംബക്കാരില്ലേ? ഒരുപാട് പേരുണ്ട്. എല്ലാം തൊഴിലുറപ്പിന് പോയവരേ ഉള്ളു. നമ്മൾ വന്ന സമയം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് എല്ലാവരും തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞു. അതിപ്പോ ഞാൻ മാത്രമേ ഉള്ളു. അമ്മ വയ്യാത്തോണ്ട് പോയില്ലല്ലോ? വയ്യാത്തോണ്ടല്ല, ഞാൻ എനിക്ക് ഒരു മാസത്തിൽ ഓർത്തെ കാണാൻ പോണം. അങ്ങനെയാണ് ഈ കൊച്ചു മോനെ കൂടെ വിളിച്ചോണ്ട് വന്നത്. അവളെ തള്ള വിളിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം തന്നെ അമ്മ വന്ന വഴി എന്ന് പറഞ്ഞാൽ വേറെ ആളെ പേരിടത്തേക്ക് കൂടി കയറിയാണ് വന്നത്. നിങ്ങൾ ശരിക്കുള്ള വഴി ഇതാണ്? സ്വന്തം വഴി. ഞങ്ങൾ ഈ പെരട മേടിക്കുമ്പോഴേ ഉള്ള ഒരു വരമ്പാണ് നമുക്ക് തന്നെ. ഈ മുമ്പ് ഈ റോഡ് വരുന്നുമ്പോ ഈ വിഷയം ഉണ്ടായിരുന്നു? ഇത്ര വെള്ളം കയറില്ല, ഇതിലേ അങ്ങ് പോകും. വെള്ളം ഒഴുകിപ്പോ സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒഴുകിപ്പോ സ്ഥലമില്ല. ഇപ്പൊ ഇവര് ഇങ്ങനെ ഇതിന്റെ അവിടെ കൊണ്ടൊക്കെ ബ്ലോക്ക് ചെയ്തല്ലേ? ബ്ലോക്ക് ചെയ്തിട്ട് ഈ കെട്ടിയിരിക്കണില്ലേ, അത് ഒരു ശകലം അതിന്റെ ഉടമസ്ഥൻ കെട്ടി പൊട്ടിയിരിക്കുന്നു. ഇനി ഇതൊക്കെ കൂടെ ഒക്കെ കെട്ടുമ്പോ ഈ വെള്ളം അത്രയും മൊത്തം ഇതാണ് ഈ വഴിയാണ്. അശാസ്ത്രീയമായ നിർമ്മാണമല്ലേ? കാരണം വെള്ളത്തിന് നമുക്ക് പിടിച്ചിരുത്താൻ പറ്റില്ല. അങ്ങനെ പിടിച്ചിരുത്തിയോണ്ടാണ് ഇവിടെ ഒരുപാട് പ്രളയവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇതിപ്പോ ഇങ്ങനെ കെട്ടി അടച്ചു കഴിഞ്ഞാല് ഈ വെള്ളം എങ്ങോട്ട് പോകും? മഴ പെയ്യുന്ന വെള്ളം ഇവര് ആറ്റിലേക്ക് കലം കെട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ഓട പോണ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ പോയിട്ടില്ല വെള്ളം. അവിടെ അതുവരെ വന്ന് നോക്കണമ്പോൾ കാണാം അടച്ചിരി വെച്ചിരിക്കുന്നു. സാധാരണ ജനങ്ങളുടെ ദുസ്സഹമാക്കുന്ന അശാസ്ത്രീയമായ പണിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം വെള്ളത്തിൻ്റെ നീരുറവയുടെ ഒഴുക്കിനെ തടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ചുറ്റുവട്ടം താമസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ തന്നെ മഴ പെയ്യുമ്പോഴേയും അതിൻ്റെ അത്രയും പൊക്കത്തിനാണ് വെള്ളം കയറുന്നത്. അവർക്ക് ആകെയുള്ളൊരു വഴി ഈ വഴിയാണ്. വേറെ ഒരു നിവൃത്തിയില്ല അവർക്ക് റോഡോട്ട് ഇറങ്ങാനായിട്ട്. ഞങ്ങൾ ഈ പെരടങ്ങൾ വാങ്ങിച്ച് താമസിച്ച് ഒരാളിൻ്റെ പെരടമായിരുന്നു. പലരുമായിട്ട് മേടിച്ച് താമസമായപ്പോൾ അവർ ഇങ്ങനെ ഒരു കൊച്ചു വഴി ഞങ്ങൾ കിട്ടിയെന്നിട്ട് പറഞ്ഞ് ഈ വരമ്പിൽ വന്നിറങ്ങി പൊക്കോളൂ. ഇപ്പോഴിതാ ഈ തരത്തിൽ ഞങ്ങൾ ഇതിന്റെ മധ്യഭാഗത്ത് കിടക്കുകയാണ്. രക്ഷയില്ല അല്ലേ? ഒരു രക്ഷയില്ല. അത് കെട്ടിത്തരണതുമില്ല. ഇപ്പൊ 2 മെമ്പർമാര് പറഞ്ഞ് കെട്ടിത്തരാന്ന് പറഞ്ഞു. അവര് മാറി. ഇപ്പൊ ഒരു മെമ്പർ വന്നിട്ടുണ്ട്. ആ മെമ്പർ വേറെ മെമ്പർമാരെ സഹായത്തിലാണ് ആ മെമ്പർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കണം. ഞാനും ആ മെമ്പർ ആളാണ്. ഞാനും കമ്മ്യൂണിസ്റ്റുകാരിയാണ്. എന്നിട്ട് അവര് എന്നെ തന്നെ അവര് കുഴിയിലിട്ടിരിക്കുക. അവരോട് ചോദിക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു നമ്പർ ഉണ്ടോ കയ്യില്? നമ്പർ എനിക്കിപ്പോ മൊബൈലുണ്ട്. പക്ഷെ ഞാൻ എടുത്തില്ല. വെക്കം വരാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നു. ശരി നോക്കട്ടെ, ഒരു സെക്കൻഡ് ഞാൻ മെമ്പർ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മെമ്പർ പേര് അഞ്ജിതല്ലേ? ലേഖ അല്ലേ? ലേഖയാണ് മെമ്പർ. ലേഖയ്ക്ക് പിന്നെ സഹകരണ സംഘത്തിൽ ജോലിയും ഉണ്ട്. മെമ്പറെ നമസ്കാരം. നമസ്കാരം മെമ്പറെ ഞാന് മാരാര് വിസ്മയാനൂസ്. മെമ്പറെ ഞാനേ വിസ്മയാനൂസിലെ റിപ്പോർട്ടർ മാരാര്. നമ്മളന്ന് കണ്ടില്ലേ മെമ്പറെ? ഞാനേ നമ്മളെ ഈ തോട്ടവാരത്ത് നിൽക്കണേ.
ആ ഈ തോട്ടവാരത്തെ ഈ സർവീസ് റോഡ് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വഴികളിലൊക്കെ വെള്ളം കയറിയിട്ട് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ അപ്പൊ അത് വന്ന് എവിടെയാണ് തോട്ടവാരത്ത് എവിടെയാണിത്? കാലംപ്ലാകം. ആ അവർ മെമ്പർ ഇവിടെ മാറി മാറി വരുന്ന മെമ്പേഴ്സ് എല്ലാം അത് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കെട്ടിക്കൊടുത്തില്ല. കാരണം ഇപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, അതുവഴി നടക്കാൻ പറ്റില്ല. അതൊരു വയസ്സായ അമ്മയും കൂടെ നമ്മളെ കൂടെ ഉള്ളത്. കാരണം അമ്മയുടെ വീട്ടിന്റെ അവിടം വരെയുള്ള റോഡ് ഇപ്പൊ എടുത്തിട്ടുണ്ട് അവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അവിടെ കുറച്ച് മെമ്പർക്ക് സ്ഥലം കറക്റ്റ് മനസ്സിലായോ? മറ്റേ അപ്പൻകാവ് മനസ്സിലായി നമ്മളെ മനസ്സിലായി. അവിടെ ഇപ്പൊ വന്ന് നമ്മൾ എല്ലാം അളന്നിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവിടം വരെ ആ വഴിയുടെ എൻഡ് വരെയുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടുള്ളത് നമുക്ക് ആളുകളുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടി വെച്ചിട്ട് നമുക്ക് ആ ഭാഗം നമുക്ക് പൊക്കി മനസ്സിലായി. അറിയാം. പിന്നെ അവർക്കാണെങ്കിൽ പാലും വയ്യ, അവർക്ക് നടന്നു പോലും പറ്റുന്നില്ല. അറിയാം. അപ്പൊ ഉടനെ തന്നെ നടപടി ഉണ്ടാവില്ലല്ലേ മാഡം? ഓ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. ശരി മാഡം, ശരി മാഡം. എല്ലാം അവിടെ അമ്മ ഇല്ലായിരുന്നു, നമ്മളെല്ലാം വന്ന് അളന്നിട്ട് പോയിട്ടുണ്ട്. ശരി ശരി ഓ ശരി. ഏതായാലും ഞങ്ങൾ മെമ്പറെ വിളിച്ചിട്ടുണ്ട്. അവർ വഴിയൊക്കെ അളന്ന് ഉയരം കൂട്ടാൻ വേണ്ടിയുള്ള എല്ലാം ശരിയാക്കിയിട്ട് പോയെന്നാണ്. ചേട്ടൻ ഈ സ്ഥലത്തുള്ള ആളാണോ? അല്ല, ഈ വെള്ളക്കെട്ടെ വെള്ളക്കെട്ട് കാരണം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. നല്ല രൂക്ഷമായ നിലയിൽ തന്നെ വെള്ളക്കെട്ടുള്ളത്. ഇത്രയും പൊങ്ങുന്ന് പറഞ്ഞു, നല്ല പൊങ്ങുന്ന് പറയുന്നു. വെള്ളം നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ലോണം പൊങ്ങും. ഈ റോഡിൽ പെട്ട ലെവലാവും, പൊങ്ങി കിടക്കണം. പക്ഷേ ഇവർക്ക് യാത്ര ബുദ്ധിമുട്ടാണ്. അതെ, ഇനിയിപ്പോ ഈ പുതിയ റോഡിന് ബൈപ്പാസിന്റെ നിർമ്മാണം കൂടെ ആകുമ്പോൾ നമുക്ക് എന്താണ് ഇത് വെള്ളം ഒഴുകിപ്പോഴെല്ലാം ബ്ലോക്ക് ചെയ്തു. അതാണ് വെള്ളം ഒഴുകി പോകുന്ന ഈ ഓടകളെല്ലാം ബ്ലോക്കായി കിടക്കുന്നു. അതുകൊണ്ടാണ് ഈ വെള്ളം കയറണം. അതും അത് അത്രയും പായലും പിടിച്ച് ചെറുപ്പം ഈ 2 വാക്കിനുടെയും വെള്ളം പോകുമ്പോ ഇത്ര പൊങ്ങൂല. അതാണ് ഇതിപ്പോ ഒരു വാക്കിനാണ് പൊങ്ങിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കര കിടക്കുന്ന നമുക്കാണ് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ച് വീടുകാരുണ്ട് ഇവിടെ, കോളനിയാണത്. അപ്പൊ അങ്ങനെയുള്ള പാവങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ വഴിയായിട്ടില്ല, വഴി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനിപ്പോ വലുവിന് ഓർത്ത ഡാക്ടറെ കണ്ടിട്ട് ഇപ്പൊ ഇവിടെ വന്നതേ. ശരി, ഏതായാലും ഞങ്ങൾ മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. മെമ്പർ ഞങ്ങൾ വിളിക്കുന്നതിന് മുന്നേ തന്നെ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. ഉടനെ തന്നെ അവർക്ക് ഉള്ള യാത്രാ സൗകര്യം ലഭ്യമായി കൊടുക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. വിസ്മയസ് വേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.